ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ കണക്കിന്റെ ക്ലാസ്സിലേക്ക് പോകാം. കണക്കിന്റെ ക്ലാസ് നമ്മൾ കുറച്ച് പുറകോട്ടാണുള്ളത്. അതുകൊണ്ട് ഇന്നു മുതൽ കണക്കിന്റെ ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ സമയം കണക്ക് നമുക്ക് ചെയ്യണം. എന്നാലേ വിക്ടേഴ്സ് ക്ലാസ്സിന്റെ ഒക്കെ കൂടെ നമുക്ക് പോകാൻ കഴിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 22ാമത്തെ പേജിലെ 7ാമത്തെ ചോദ്യം. അതിനകത്ത് 5 സബ് ചോദ്യങ്ങളുണ്ട്. ഈ 5 സബ് ക്വസ്റ്റ്യങ്ങളും നമുക്ക് നോക്കാം. വളരെ അത്യാവശ്യമുള്ള ചോദ്യങ്ങളാണിവ. ഒരു സമാന്തര ശ്രേണിയിൽ തന്നിരിക്കുന്നത് ഒരു പദമാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതാണ്. എളുപ്പമാണ്. എല്ലാ പരീക്ഷയ്ക്കും ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പേജ് നമ്പർ 22 ചോദ്യം നമ്പർ 7 ഒന്നാമത്തെ സബ് ചോദ്യം 11, 22, 33. 11, 22, 33 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ 123 ഉണ്ടോ, 132 ഉണ്ടോ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു സമാന്തര ശ്രേണിയിൽ തന്നിരിക്കുന്നത് ഒരു പദമാണോ അല്ലയോ? 11, 22, 33 etc. Check whether 123 is a term or not. Same, check whether 132 is a term or not. തന്നിരിക്കുന്നത് ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് കണ്ടെത്താൻ നമുക്ക് ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. xn മൈനസ് x1 ബൈ d. ഇതിന്റെ വില കണ്ടുപിടിക്കുക. വില ഒരു പൂർണ്ണസംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നത് പദമാണ്. വില പൂർണ്ണസംഖ്യ അല്ലെങ്കിൽ തന്നിരിക്കുന്നത് പദമല്ല. ഇവിടെ നമുക്ക് 123 പദം ആണോ എന്ന് നോക്കാം. 123 നിന്ന് 11 കുറയ്ക്കുക. കിട്ടുന്ന ഉത്തരത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. 11 നിന്ന് 22 പോകുമ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 22 മൈനസ് 11. 22 നിന്ന് 11 കുറയ്ക്കണം. 123 11 കുറയ്ക്കാം. 123 നിന്ന് 11 കുറയ്ക്കുക. 123 നിന്ന് 11 കുറയ്ക്കുക. 2, 1, 1. 112. അതിനെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. 112നെ 11 കൊണ്ട് നിശേഷം ഹരിക്കാമോ? 11ൽ 11 ഒരു പ്രാവശ്യം. ഒരു 11, 11. 2 ഇറക്കി. 2ൽ പോകൂല 0. ശിഷ്ടം 2. പൂർണ്ണമായി കഴിയുന്നില്ല. അതുകൊണ്ട് 123 ഒരു പദം അല്ല. 123 ഒരു പദം അല്ല. ഒരു പദം അല്ല. ഒക്കെ നമുക്ക് രണ്ടാമത്തെ സബ് ചോദ്യത്തിലേക്ക് പോകാം. 132 പദം ആണോ എന്ന് ചെക്ക് ചെയ്യാം. 132 പദമാണോ എന്ന് നോക്കാൻ xn മൈനസ് x1 ബൈ d. ഇവിടെ xn 132 മൈനസ് 11 ബൈ പൊതുവ്യത്യാസം 22ൽ നിന്ന് 11 കുറച്ചത്. പൊതുവ്യത്യാസം കഴിഞ്ഞതിന് നമ്മൾ എഴുതിയായിരുന്നു 11. അപ്പൊ മുകൾ ഭാഗം നോക്കിയാൽ മതി. 132ൽ നിന്ന് 11 കുറച്ച് നോക്കിയാൽ മതി. 132ൽ നിന്ന് 11 കുറയ്ക്കണം. 121നെ 11 കൊണ്ട് ഹരിച്ചു കിട്ടുക. നിശേഷം ഹരിക്കാം. അതുകൊണ്ട് 132 ഒരു പദം ആണ്. ഒരു പദമാണ്. ഇംഗ്ലീഷിൽ 132 ഈസ് എ ടേം. അതിന് കാരണം പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം
പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമാണ്. അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പൊതു വ്യത്യാസത്തിന്റെ ഗുണിതമാണ്. അതായത് പൊതുവ്യത്യാസം കൊണ്ട് നിശേഷം ഹരിക്കാം. അതുകൊണ്ട് പദം ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12, 23, 34. 12, 23, 34 എക്സെട്ര. 100നെ ചെക്ക് ചെയ്യണം, 1000നെ ചെക്ക് ചെയ്യണം. 100നെയും 1000നെയും ചെക്ക് ചെയ്യണം. നമുക്ക് ആദ്യം 100 പദമാണോ എന്ന് നോക്കാൻ. xn മൈനസ് x1 ബൈ d. xn 100 മൈനസ് 12 ബൈ 23 മൈനസ് 12. 100ൽ നിന്ന് 12 കുറച്ചാൽ 88. 88നെ 11 കൊണ്ട് ഹരിച്ചാൽ 8. അതുകൊണ്ട് 100 ഒരു പദം ആണ്. ഇവിടെ 100 ഒരു പദം ആണ്. ഓക്കെ. ഇനി 1000 ഒരു പദമാണോ എന്ന് നമുക്ക് നോക്കാം. 1000ൽ നിന്ന് 12 കുറയ്ക്കുക. ഉത്തരത്തിനെ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. 1000ൽ നിന്ന് നമുക്ക് 12 കുറയ്ക്കാം. 988. അതിനെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുക. 988. കഴിയില്ല, സിസ്റ്റമുണ്ട്. ഓക്കെ. അതുകൊണ്ട് 1000 ഒരു പദം അല്ല. ആയിരം ഒരു പദം അല്ല. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം 21, 32, 43. എക്സെട്ര. 100 ഒരു പദം ആണോ? 1000 ഒരു പദം ആണോ? ഓക്കെ. നമുക്ക് 100 പദമാണോ എന്ന് നോക്കാൻ ആദ്യം പദമാണോ എന്ന് നോക്കുന്ന സൂത്രവാക്യം എഴുതുക. xn മൈനസ് x1 ബൈ d. ഇതിന്റെ വില പൂർണ്ണസംഖ്യയാണോ എന്ന് നോക്കാം. ഇവിടെ 100 പരിശോധിക്കാൻ 100 മൈനസ് 21 ബൈ 32 മൈനസ് 21. ഇതിന്റെ വില നോക്കാം. നമുക്ക് 100ൽ നിന്ന് 21 കുറയ്ക്കണം. $79. 79നെ 32ൽ നിന്നും 21 കുറയ്ക്കുക. 79നെ 11 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല, നിശേഷം ഹരിക്കാൻ കഴിയില്ല. 79നെ നമുക്ക് 11 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. 79, 11, 7 പ്രാവശ്യം 77. 2 ശിഷ്ടമുണ്ട്, ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 100 ഒരു പദം അല്ല. ഓക്കെ. ഇനി 1000 ഒരു പദമാണോ എന്ന് നോക്കാം. 1000 ഒരു പദമാണോ എന്നറിയാൻ xn മൈനസ് x1 ബൈ d. xn 1000 മൈനസ് 21 ബൈ d കഴിഞ്ഞതിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 11 ആണ് എന്നറിയാം. ഒരേ ശ്രേണിയാകുമ്പോൾ പൊതുവ്യത്യാസം മാറില്ല. അപ്പോൾ 1000ൽ നമുക്ക് 21 കുറച്ച് നോക്കാം. 1000ൽ നിന്ന് 21 കുറയ്ക്കുക. 10ൽ നിന്ന് 1, 9ൽ നിന്ന് 2, 9ൽ നിന്ന് കുറയ്ക്കാനില്ല.
979 ഡിവൈഡഡ് ബൈ 11. 979 8 പ്രാവശ്യം 88. 9 ഇറക്കി എഴുതുക. 99 11 കൃത്യമായി 9 പ്രാവശ്യം. അതുകൊണ്ട് ഒരു പദമാണ്. 1000 ഒരു പദമാണ്. ഒരു പദം ആണ്. തുടർന്നുള്ള 2 ചോദ്യങ്ങളും ഭിന്നസംഖ്യകൾ വരുന്നുണ്ട്. സാമാന്യമായും ഭിന്നസംഖ്യകൾ ചെയ്യാൻ അറിയുന്ന കുട്ടിക്ക് മാത്രമേ അതിന്റെ ഉത്തരത്തിലെത്താൻ കഴിയൂ. മിക്കവാറും 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഭിന്നസംഖ്യ ക്രിയ അറിഞ്ഞുകൂടാത്തവരാണ്. ശരിക്കും നമ്മൾ 6ാം ക്ലാസ് തൊട്ട് ഭിന്നസംഖ്യയുള്ള ക്രിയകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം നമ്മുടെ കുട്ടികളും ഭിന്നസംഖ്യകൾ അറിയില്ല. അതുകൊണ്ട് സമാന്തര ശ്രേണി അറിയുമെങ്കിലും ഭിന്നസംഖ്യ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഉത്തരം കിട്ടിയില്ല എന്ന് വരാം. ഓക്കെ, അതുകൊണ്ട് പറ്റുന്നവർ ഭിന്നസംഖ്യ പഠിക്കാൻ ശ്രമിക്കുക. തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിശദമാക്കി തരാം. ഒന്ന് ബൈ 4, 1/2, 3/4 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ 3, ഒരു പദമാണോ 4? ഇതാണ് അറിയേണ്ടത്. സൂത്രവാക്യങ്ങളൊക്കെ നമ്മൾ നേരെ പഠിച്ചിട്ടുണ്ടല്ലോ. xn - x1/d അതിന്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ xn പരിശോധിക്കണം 3 ആണ്. 3 കുറയ്ക്കണം 1/4 ഹരിക്കണം 1/2 കുറയ്ക്കണം 1/4. ഈ ക്രിയകൾ ചെയ്യാൻ അറിയണം. 3ൽ നിന്നും 1/4 കുറയ്ക്കണമെങ്കിൽ ഈ 3നെ 4 ഛേദമുള്ള 4 ഡിനോമിനേറ്റർ ആകുന്ന ഒരു ഫ്രാക്ഷൻ ആക്കാൻ പഠിക്കണം. അതായത് 3നെ 4 കൊണ്ട് ഗുണിക്കണം. 12/4 കുറയ്ക്കണം 1/4 ഹരിക്കണം 1/2 1/4. ഈ ഭിന്നസംഖ്യ 4 ഛേദമുള്ള ഭിന്നസംഖ്യയാക്കി മാറ്റണം. 2നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആകും. ആ 2 കൊണ്ട് 1നെയും ഗുണിക്കണം. 2/4 കുറയ്ക്കണം 1/4. ഇത് ശ്രേണിയുടെ പ്രശ്നമല്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭിന്നസംഖ്യകൾ പഠിക്കണം. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ ഉത്തരത്തിലേക്ക് എളുപ്പം പോകാം. 12/4 1/4 കുറയ്ക്കണം. രണ്ടും 4 ആയതുകൊണ്ട് 4. 12ൽ നിന്ന് 3 കുറച്ചാൽ 11. 11/4 ഹരണം 2/4 നിന്നും 1/4 കുറക്കണം. 2ൽ നിന്ന് 1. 1/4. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഏതുകൊണ്ടാണോ ഹരിക്കുന്നത് അതിന്റെ റെസിപ്രോക്കൽ, അതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം എന്ന നിയമം നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11/4 ഹരണം 1/4 എന്ന് പറഞ്ഞാൽ 11/4 ഗുണനം 4 മുകളിലേക്ക് പോകും. 4/1 4 4 11/1 = 11. ഇവിടെ പൂർണ്ണമാണ്. xn - x1/d കൃത്യമായ വിലയുണ്ട് 11. അതുകൊണ്ട് 3 ഒരു പദം ആണ്. ഇവിടെ പ്രശ്നക്കാരൻ ഭിന്നസംഖ്യയാണ്. ഓക്കെ, ഇനി 4 ഒരു പദമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 4 - 1/4 ബൈ 1/2 - 1/4. ഇത് നമ്മൾ ക്രിയ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കണക്കിന് വേണ്ടി. അപ്പോൾ ഇത് ചെയ്യാം. 4നെ 4 കൊണ്ട് ഗുണിക്കുക. 16/4 കുറയ്ക്കണം 1/4 ബൈ 1/2 കുറയ്ക്കണം 1/4. 16/4 നിന്നും 1/4 കുറച്ചാൽ 16ൽ നിന്ന് 1 കുറയ്ക്കുക. 15/4
ഹരണം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു 1/4. ഓക്കെ, ഇത് 1/4 കഴിഞ്ഞ കണക്കിന് നമ്മൾ ചെയ്തതാണ്. സമം 15/4 ഗുണനം 4/1. 4 4 15/1 സമം 15. xn മൈനസ് x1/d യുടെ വില 15 എന്ന പൂർണ്ണസംഖ്യയാണ്. അതുകൊണ്ട് 4 ഇതിലെ ഒരു പദം ആണ്. മൂന്ന് ബൈ 4 1/2, 3/4 1/2, 2 1/4 എക്സെട്ര. 3 ഒരു പദമാണോ 4 ഒരു പദമാണോ, ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെയും ഭിന്നസംഖ്യ പ്രശ്നമുണ്ട്. മിശ്രഭിന്നത്തിനെ വിഷമഭിന്നമാക്കേണ്ടതുണ്ട്. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് നിയമപ്രകാരം നോക്കാം. xn മൈനസ് x1/d. ഇവിടെ xn 3 പരിശോധിക്കണമെങ്കിൽ 3 മൈനസ് 3/4 ഡിവൈഡഡ് ബൈ 1/2. 1/2 വിഷമഭിന്നമാക്കണം. 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ 2, അതിനോട് 1 കൂട്ടിയാൽ 3. 3/2. 1/2നെ വിഷമഭിന്നമാക്കിയാൽ 3/2 കിട്ടും. 2നെ 1 കൊണ്ട് ഗുണിച്ചു 2, 1 കൂട്ടി, അതാണ് മുകളിലുള്ള 3, അടിയിലുള്ളത് 2 തന്നെ. കുറയ്ക്കണം 3/4 സമം. ഇതിനെ 4നെ 3 കൊണ്ട് ഗുണിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. 12/4 കുറയ്ക്കണം 3/4 ഡിവൈഡഡ് ബൈ 2നെ 4 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. 2നെ 4 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കണം. ആ 2 കൊണ്ട് 3നെ ഗുണിച്ചാൽ 6 മൈനസ് 3/4. 12/4. 12/4 നിന്ന് 3/4 കുറയ്ക്കണം. 12ൽ നിന്ന് 3 കുറച്ചാൽ 9. /4 ഹരിക്കണം 6ൽ നിന്ന് 3 കുറച്ചാൽ 3. 3/4. ഇത് ഗുണനത്തിലേക്ക് കൊണ്ടുപോകാം. 9/4 ഗുണനം 4/3. 4ഉം 4ഉം കട്ട് ചെയ്യാം. 9/3 കൃത്യമായ വിലയുണ്ട് 3. അതുകൊണ്ട് ഈ ശ്രേണിയിൽ 3 ഒരു പദം ആണ്. 3 ഒരു പദമാണ്. ഓക്കെ, ഇതിൽ 4 ഒരു പദം ആണോ എന്ന് നോക്കാം. 4 ഒരു പദമാണോ എന്ന് നോക്കാൻ 4 മൈനസ് 3/4. 4 മൈനസ് 3/4 ഡിവൈഡഡ് ബൈ 1 1/2 കുറയ്ക്കണം 3/4 സമം 4 4 16. 16/4 കുറയ്ക്കണം 3/4 ഡിവൈഡഡ് ബൈ 1 2 2 1 3. 3/2 കുറയ്ക്കണം 3/4 സമം 16ൽ നിന്ന് 3 കുറച്ചാൽ 13/4 ഹരിക്കണം 3/2 നിന്നും 3/4 കുറയ്ക്കണം. 3/2 കുറയണം 3/4. 2നെ 4 ആക്കി മാറ്റണം. 2 കൊണ്ട് ഗുണിക്കണം. 6/3. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. 3/4 സമം 13 ഗുണിക്കണം 13/4 ഗുണിക്കണം 4/3. 4ഉം 4ഉം പോകും. 13നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 4 ഒരു പദം അല്ല.